ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് അപ്പോൾ ഒടുക്കത്തെ പെയിനായിരുന്നു ഗൈസ്. നടക്കാനും നിൽക്കാനും പറ്റത്തില്ല. സിസേറിയൻ ആയതുകൊണ്ട് തന്നെ വയറിൻ്റെ സ്റ്റിച്ചിൻ്റെ പെയിൻ, കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിക്ക് പാല് കൊടുക്കണം, ഒക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഫോണ് വലിയ ക്ലിയർ ഇല്ല, അപ്പോൾ സൗണ്ടും കുറവായിരിക്കും. സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പിന്നീട് ഇതൊക്കെ ശരിയാക്കാം. പിന്നെ കുഞ്ഞ് വന്നാൽ ഓരോരാളായിട്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ തുടങ്ങും ഗൈസ്. അയ്യോ, ഓരോന്ന് ചോദിക്കുന്നു, സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഡിപ്രഷൻ, പിന്നെ ഓവർ തിങ്കിങ്, ഒരുപാട് ചിന്തിച്ചു കൂട്ടും. പിന്നെ ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല. 1 മണി 2 മണി ഇങ്ങനെയൊക്കെ കണ്ണു തുറന്ന് ഓരോന്ന് ചിന്തിച്ചിരിക്കും. പ്രസവരക്ഷ കൊണ്ടൊരു സംഭവമുണ്ട്. ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ കുളിക്കണം. പിന്നെ നിവർന്ന് കിടക്കണം, ചെരിഞ്ഞൊന്നും കിടക്കാൻ പാടില്ല. പിന്നെ എന്താ വെച്ചാൽ മരുന്ന് കഴിക്കണം. ഇതൊക്കെ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. പുറത്തേക്കൊന്നും പോകാൻ പാടില്ല, മുറിയിൽ തന്നെ ഇരിക്കണം. എന്താ പറയുക, മേത്ത് തോർത്തിടണം. തോർത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ പറയും, അതൊക്കെ കേൾക്കാൻ ഇതുണ്ടാവില്ല. എന്തോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഇപ്പം എന്ന് വെച്ചാൽ എന്തിനാ സങ്കടപ്പെടുന്ന പോലെ എനിക്കറിയത്തില്ല. ഒരാവശ്യമില്ലാണ്ട് സങ്കടപ്പെടും, വെറുതെ ഇരുന്ന് കരയുക. എൻ്റെ ഏട്ടൻ്റെ നിന്ന് ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്കറിയത്തില്ല എന്തിനാ കരയുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ് ഗൈസ്. അപ്പോൾ 4 മാസം ഇങ്ങനെ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയണം. പിന്നെ കുഞ്ഞില്ല ഒരു സന്തോഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കുഞ്ഞിനെ നോക്കണം, കുഞ്ഞ് വലുതാവുന്ന അതെല്ലാം കാണണം. അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഓരോ കുഞ്ഞിൻ്റെ ഓരോരോ ചേഞ്ചസ്. എങ്കിലും ഒന്ന് പുറത്തേക്ക് പോയാൽ മതി എന്നൊരു ചിന്ത വരും നമുക്ക് ലാസ്റ്റ്. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം, ദേഷ്യം, ഇതൊക്കെയാണ് ഗൈസ്. ഒന്നും പറയാനില്ല. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇനിയിപ്പോൾ ഡെലിവറി സ്റ്റോറി, പ്രഗ്നൻസി സ്റ്റോറി, ഇതൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്.